തീരദേശവും ന്യൂനപക്ഷവും വിധി നിർണ്ണയിക്കുന്ന തിരുവനന്തപുരത്തെ കാറ്റ് ആർക്ക് കുളിര് പകരുമെന്നതിൽ സസ്പെൻസ്. വിജയിക്കുക എന്നതുപോലെ പ്രധാനമാണ് രണ്ടാം സ്ഥാനത്ത് എത്തുക എന്നതും. ഇത്തവണ തിരുവനന്തപുരത്ത് ആര് ജയിച്ചാലും അത് ചരിത്രത്തിലേക്കുള്ള നടന്നു കയറ്റം കൂടിയാകും. ശശി തരൂർ തന്നെ തലസ്ഥാനത്തിന്റെ വിശ്വപൗരനായി തുടരുമോ? അതോ രാജീവ് ചന്ദ്രശേഖറിലൂടെ BJPക്ക് അട്ടിമറി സാധ്യമാകുമോ? അതല്ല ഇരുവർക്കുമപ്പുറം പന്നിൻ രവീന്ദ്രൻ ഒരിക്കൽ കൂടി പാർലമെന്റിൽ തലസ്ഥാനത്തെ പ്രതിനിധീകരിക്കുമോ? ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തിരുവനന്തപുരം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം 66.46% തിരുവനന്തപുരത്തെ പോളിംഗ്. അതിൽ തന്നെ ഗ്രാമീണ മേഖലകളിലാണ് താരതമ്യേന ഉയർന്ന പോളിംഗ്. കടുത്ത മത്സരം നടന്ന കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും UDFിനൊപ്പം നിന്നത് ഈ മേഖലകളാണ്. ന്യൂനപക്ഷ ലത്തീൻ സഭാ വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള പ്രദേശങ്ങൾ. ഇത്തവണയും അവിടങ്ങളിൽ വോട്ടിംഗ് നില ഉയർന്നത് പ്രതീക്ഷയോടെയാണ് UDF കാണുന്നത്. തരൂരിന്റെ വോട്ട് ബാങ്കിലേക്ക് കടന്നുകയറാനായി ഇത്തരം മേഖലകളിൽ രാജീവ് ചന്ദ്രശേഖർ പ്രത്യേക ശ്രദ്ധ പുലർത്തിയിരുന്നു. ആ വോട്ടുകളിൽ എത്രത്തോളം ഇളക്കം തട്ടിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയം. അതേസമയം നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങൾ ഇത്തവണയും തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP. എന്നാൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം തലസ്ഥാനത്ത് BJPക്ക് വെല്ലുവിളി തന്നെയാണ്. അതേസമയം 7 നിയമസഭാ മണ്ഡലങ്ങളിലും കോർപ്പറേഷൻ ഉൾപ്പെടെ തദ്ദേശ സ്ഥാപനങ്ങളിലുമുള്ള മേൽക്കൈ ഇത്തവണ ഗുണം ചെയ്യുമെന്ന് ഇടത് ക്യാമ്പ് പ്രതീക്ഷിക്കുന്നു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഇടതിലേക്ക് കേന്ദ്രീകരിക്കുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട്. ശശി തരൂരിന് പഴയ പ്രതാപം നഷ്ടമായെന്നും അതിന്റെ ഗുണം പന്നിന് ലഭിക്കുമെന്നുമാണ് അവരുടെ വിലയിരുത്തൽ. അതേസമയം തലസ്ഥാനം ആരു പിടിച്ചാലും നേരിയ ഭൂരിപക്ഷമേ ഉണ്ടാവൂ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.